നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പത്രം തുറന്നാൽ ആത്മഹത്യയുടെ വാർത്തകൾ മാത്രമേ ഉള്ളൂ. കൊലപാതകത്തിന്റെയും ആത്മഹത്യകളുടെ വാർത്തകൾ കേട്ട് മടുത്തിരിക്കുന്ന മലയാളികളുടെ മുന്നിലേക്ക് ഇതാ വീണ്ടും ഒരു ആത്മഹത്യ എത്തുകയാണ്. കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് 2 ആത്മഹത്യകൾക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. പ്രധാനമായും അമ്മയും 2 കുഞ്ഞു പിള്ളേരുമായി നടത്തുന്ന ആത്മഹത്യ. കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ആ 2 പിഞ്ചോമനകളെയും കൊണ്ട് അമ്മമാർ നടത്തുന്ന ഇത്തരം ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ ഇനി വേണ്ട. സാമ്പത്തികപരമായും സമാധാനപരമായും മാനസികപരമായും ഒക്കെ തന്നെ അനവധി വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ അതെല്ലാം മറികടന്ന് നമുക്ക് മുന്നോട്ട് പോയാൽ മനോഹരമായ ജീവിതം എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാകും. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മുടെ മാവും പൂക്കുമെന്ന്. അതേ ആ ഒരു ആത്മവിശ്വാസത തന്നെയാണ് ഇന്നും പലരും ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ മാവും എന്തെങ്കിലും ഒന്നൊക്കെ പൂക്കും. ഇനി പൂത്തില്ലെങ്കിലും സാരമില്ല, സമാധാനം അതുണ്ടായാൽ മതി. അതുണ്ടാകാത്തത് കൊണ്ട് സ്വയം ഇല്ലാതാവുകയും ഒന്നും അറിയാത്ത മക്കളെയും കൂട്ടി മരണപ്പെടാം എന്ന് ചിന്തിക്കുന്ന ആ ചിന്തയുണ്ടല്ലോ, അതത്ര നല്ലതല്ല. അത് വേണ്ടെന്ന് തന്നെ വെക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഇല്ലാതെയാക്കുന്ന ആ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ നാളെ നിങ്ങളുടെ അഭിമാനമായി വളർന്നു വരാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളായിരുന്നിട്ടുണ്ടാകണം. എന്തായാലും കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ 2 മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അമ്മയും 2 കുഞ്ഞുങ്ങളും ചേർന്ന് മരിച്ച സംഭവം. അതിൽ കഴിഞ്ഞ ദിവസം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു പോലീസുകാരന്റെ പോസ്റ്റാണ്. ഏറ്റുമാനൂർ SHOയുടെ പോസ്റ്റ് ആയിരുന്നു. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ആ കുഞ്ഞു മുഖം എന്റെ ഉറക്കം കെടുത്തുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ ഏറ്റവും അവസാനം. അദ്ദേഹത്തിന്റെ പോസ്റ്റ് എഴുതാനുള്ള കാരണത്തിലേക്ക് നമുക്ക് കടക്കാം. കുടുംബ പ്രശ്നത്തെ തുടർന്ന് അഭിഭാഷകയും 2 മക്കളും ഇന്നലെ മീനച്ചലാറ്റിൽ ചാടി ആത്മഹത്യ സംഭവം കേരളത്തെ നടുക്കിയിരിക്കുകയാണ്. ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയുടെ നടുക്കം മാറുന്നതിന് മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. ഏറ്റുമാനൂരിൽ തന്നെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടാകുന്നത്. ഏറ്റുമാനൂരിൽ കഴിഞ്ഞ മാസമാണ് ഷൈനിയും 2 മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. പിന്നാലെ അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ അമ്മയും 2 മക്കളും ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. 1 മാസത്തിനിടെ തുടർച്ചയായ 2ാമത്തെ കൂട്ട ആത്മഹത്യയാണ് ഏറ്റുമാനൂരിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ആണ് 2 കുടുംബവും അല്ലെങ്കിൽ 2 സംഭവവും കൂട്ട ആത്മഹത്യകൾക്ക് ഉണ്ടാകാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഈ 2 കേസുകളും കൈകാര്യം ചെയ്ത ഏറ്റുമാനൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ AS അൻസൽ ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് വൈറലായി മാറിയിരുന്നു. ഇന്നലെ ഉച്ചയോടെ ഏറ്റുമാനൂർ പേരൂരിൽ മീനച്ചലാറ്റിലാണ് ഹൈക്കോടതി അഭിഭാഷകയായ യുവതിയെയും 2 പെൺമക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഏറ്റുമാനൂർ SHO അൻസൽ. മനസ്സു തകർന്ന സംഭവമെന്നാണ് അൻസൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് അഡ്വക്കേറ്റ് ജിസമോൾ തോമസ് എന്ന 34 വയസ്സുകാരി പള്ളിക്കുന്ന കടവിലെത്തി മക്കളുമായി മീനച്ചലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത്. നേരത്തെ വീട്ടിൽ വെച്ച് കൈത്തണ്ട മുറിച്ചും മക്കൾക്ക് വിഷം നൽകിയും ജീവനൊടുക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഈ പരിശ്രമം പരാജയപ്പെട്ടതിന് ശേഷമാണ് ദാരുണ സംഭവം നടന്നത്. SHO AS അൻസലിന്റെ കുറിപ്പ് വായിക്കാം. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ 2025 ജനുവരി 1 മുതൽ മാർച്ച് 30 വരെ 700 പരാതികളാണ് ഉണ്ടായിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ തന്നെ കൂടുതലാണ്. അതിൽ 500 അടുത്ത് കൂടുതലും പ്രശ്നങ്ങളും വരുന്നത് കുടുംബ പ്രശ്നം തന്നെയാണ്. ഇതിൽ ഒരു 10% അടുത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർ നിരവധിയാണ്. ഇത്തരത്തിൽ മദ്യപിച്ച് കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ കുടുംബങ്ങളിൽ പോയി വീണ്ടും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ സ്റ്റേഷനിൽ വന്ന് രാത്രി 8 മണിക്ക് ശേഷം ഒപ്പിടൽ നടത്തേണ്ടതാണ്. ദിവസവും 100-ൽ പരം അടുത്ത ആളുകളാണ് വിവിധ വിഷയങ്ങളിൽ ഒപ്പിടുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ് ഏറ്റുമാനൂർ. ഒപ്പിടാൻ വന്നില്ല എങ്കിൽ വളരെ കൃത്യമായി തന്നെ അവരെ വിളിച്ച് ചോദിക്കും എന്താണ് വരാത്തത് എന്ന്. ഒപ്പിടൽ നിർത്തണമെങ്കിൽ ഭാര്യ പറയണം, ചേട്ടൻ ഇപ്പോൾ കുഴപ്പമില്ല സാർ, ഒപ്പിടൽ നിർത്തിക്കോ. ഇതുപോലെ വളരെ കൃത്യമായിട്ട് മേൽനോട്ടം ആത്മാർത്ഥമായ സേവനവും നടത്തിയാണ് ഏറ്റുമാനൂർ പോലീസുകാർ 100 കണക്കിന് ആത്മഹത്യകൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2 മാസം മുമ്പ് ചിതറിത്തെറിച്ച ഷൈനിയും 2 കുഞ്ഞു ശരീരങ്ങളും മെഡിക്കൽ കോളേജ് ഇൻക്വസ്റ്റ് ടേബിളിൽ പെറുക്കി വെച്ച ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ എന്റെ സിദ്ധുവിന്റെയും അയാനയുടെയും മുഖങ്ങൾ മനസ്സിൽ മാറി മാറി വന്നു. ഒരു തവണയെങ്കിലും സ്റ്റേഷനിൽ ഷൈനിയും മക്കളും വന്ന് ഞങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് വെറുതെ ഞാൻ ആഗ്രഹിച്ചു പോയ നിമിഷമാണ്. ഒരുതരം യാന്ത്രികമായി ആ ജോലി കഴിഞ്ഞു. ഇന്നലെ വീണ്ടും സമാന സംഭവം. ഒരമ്മയും 2 കുട്ടികളും ഈ കാരിദാസ് ഹോസ്റ്റലിൽ ആ ചെറിയ മക്കളുടെ ചേതനയറ്റ കുഞ്ഞുമുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല. ഇന്നലെ രാത്രി കണ്ണുകൂടി അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. കോട്ടയം അയർക്കുന്നത്തെ ഞെട്ടിച്ച ആത്മഹത്യയിൽ വിതുമ്പുകയാണ് ഈ പോലീസുകാരൻ. ഇവിടെ പോലീസുകാരൻ എന്നതിലുപരി ഒരു 2 പിഞ്ച് മക്കളുടെ അച്ഛൻ കൂടിയാണ് എന്ന നിലയിലാണ് അദ്ദേഹം ഈ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. നിങ്ങൾക്ക് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്താം, ഈ SHOയെ കാണാം. നിങ്ങളുടെ ദുഃഖം എന്താണ്, വിഷമകത എന്താണ്, കുടുംബ പ്രശ്നമാണെങ്കിൽ അത് ധൈര്യപൂർവ്വം പറയാം. ഇതൊരു മുന്നറിയിപ്പാണ്.
ആത്മഹത്യയ്ക്ക് തുനിഞ്ഞിറങ്ങുമ്പോൾ ഇതുകൂടി ഒന്ന് ചിന്തിച്ചാൽ നല്ലതാവും എന്നുള്ളത്. പക്ഷേ ഇവിടെ ആത്മഹത്യയാണോ കൊലപാതകമാണോ നടക്കമുള്ള വിവരങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർത്തിയാകുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതോടുകൂടിയാണ് എന്നാണ് പ്രാഥമിക നിഗമനം. ജിസ്മോളുടെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജിസ്മോളുടെ പുറത്തും മുറിവുണ്ട്. മക്കൾ രണ്ടുപേരുടെയും ഉള്ളിൽ അണുനാശിനിയുടെ അംശവും കണ്ടെത്തിയെന്നും പറയുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 മൃതദേഹവും പാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംസ്കാരം പിന്നീട് നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കോട്ടയം RDOയുടെ നേതൃത്വത്തിലാണ് ജിസ്മോളുടെയും മക്കളായ നേഹയുടെയും നോറയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഏകദേശം 4.5 മണിക്കൂറോളം നീണ്ടുനിന്നതായിരുന്നു നടപടി. പോസ്റ്റ്മോർട്ടത്തിനിടെ പ്രാഥമിക വിവരം അനുസരിച്ച് 3 പേരുടെയും ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് മരണകാരണം. ജിസ്മോളുടെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞ നിലയിലായിരുന്നു. ജിസ്മോളുടെ നടുവിന് മുകളിലായി മുറിവേറ്റിട്ടുമുണ്ട്. മക്കൾ 2 പേരുടെയും ശരീരത്തിൽ അണുനാശിനിയുടെ അംശവും കണ്ടെത്തിയിട്ടുണ്ട്. ആറ്റൽ ചാടുന്നതിന് മുൻപ് ജിസ്മോൾ മക്കൾക്ക് വിഷം നൽകിയിരുന്നതായി ഇന്നലെ തന്നെ വിവരം ഉണ്ടായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു എന്നാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയോടെ പള്ളിക്കുന്ന് കടവിലെത്തി മക്കളുമായി മീനച്ചിലാറ്റിൽ ചാടി അഡ്വക്കേറ്റ് ജിസ്നമോൾ തോമസ് മരിച്ചിരുന്നു. നേരത്തെ വീട്ടിൽ വെച്ച് കൈത്തണ്ട മുറിച്ചും മക്കൾക്ക് വിഷം നൽകിയും ജീവനൊടുക്കാൻ ശ്രമം നടത്തിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ വീട്ടുജോലിക്കാരിയെ പറഞ്ഞയച്ച ശേഷമായിരുന്നു ദാരുണ സംഭവം നടന്നത്. ഒടുവിൽ വീട്ടിൽ വെച്ച് ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ജിസ്മോൾ 2 മക്കളെയും കൂട്ടി പള്ളിക്കുന്ന കടവിലെത്തി മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. ഏറ്റുമാനൂർ നീർക്കാട് തൊള്ളൻമാവുങ്കൽ ജിമ്മിയുടെ ഭാര്യയായ ജിസ്മോൾ, മക്കളായ നോറ എന്നിവരാണ് മീനച്ചിലാറ്റിൽ ചാടി മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. പുഴയിൽ ചൂണ്ടയിടാൻ വന്നവരാണ് ഒഴുകി നടക്കുന്ന നിലയിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കരക്കെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. രാവിലെ വീട്ടിൽ വെച്ച് കൈത്തണ്ടം മുറിച്ച് മക്കൾക്ക് വിഷം നൽകി ആത്മഹത്യാ ശ്രമം നടത്തിയ ജിസ്മോൾ ഇത് പരാജയപ്പെട്ടതോടുകൂടിയാണ് സ്കൂട്ടറിലെത്തി പള്ളിക്കുന്ന് കടവിൽ എത്തിയത്. ഇവരുടെ സ്കൂട്ടർ റോഡിലിരികിൽ നിർത്തിയിട്ടിരുന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. മുത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ജിസ്മോൾ തോമസ്. ഹൈക്കോടതിയിലും പാലാ കോടതിയിലും അഭിഭാഷകയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ ജിസ്മോളെ അലട്ടിയിരുന്നതായാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നു എന്നും അയർക്കുന്നം പോലീസ് വ്യക്തമാക്കുന്നു. മുത്തോലി പഞ്ചായത്ത് മുൻ അംഗമായിരുന്ന ജിസ്മോൾ 2019-2020 കാലയളവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ജിസ്മോളുടെ ഭർത്താവിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുകയാണ്. സംഭവത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ബന്ധുക്കളും നാട്ടുകാരും സംഭവത്തിന്റെ ഞെട്ടലിലാണ്. കുട്ടികൾക്ക് വിഷം നൽകി കയ്യിലെ ഞരമ്പ് മുറിച്ചാണ് പുഴയിൽ ചാടിയത്. ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പാണ് പുഴയിൽ ചാടിയിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി മറ്റ് നടപടികൾ ചെയ്തു വരികയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടന്നത്. ഇന്നലെ രാവിലെ ഭർത്താവിന്റെ അമ്മയ്ക്ക് അർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട വീട്ടുകാർ ആശുപത്രിയിൽ പോയിരുന്നു. അവർ എത്തുന്നതിന് മുൻപാണ് ആത്മഹത്യ. കുടുംബപരമായോ വ്യക്തിപരമായോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിഞ്ഞിട്ടില്ല. സ്കൂട്ടറിലാണ് മൂവരും പുഴയുടെ കരയിലെത്തിയത്. ആഴമുള്ള സ്ഥലമായതിനാൽ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലാണ് മൂവരെയും കരയിലെത്തിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. സ്കൂട്ടറിൽ ഈ മക്കളുമായി എത്തിയ ജിസ്മോൾ മീനച്ചിലാറ്റിന്റെ സംരക്ഷണ വേലി കടന്ന് ആഴം കൂടിയ അപകട മേഖലയായ പുള്ളിക്കുന്ന കടവിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇവർ ഇറങ്ങിയപ്പോഴേക്കും മറ്റാരും കണ്ടതുമില്ല. ഉച്ചയ്ക്ക് ശേഷം ഏറ്റുമാനൂർ പേരൂർ കള്ളമ്പുര കടവിലാണ് ഒഴുകിയെത്തുന്ന നിലയിലാണ് കുട്ടികളെ ആദ്യം കണ്ടത്. 2 കുട്ടികളെയും കരയ്ക്കെത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ നാട്ടുകാർ ചേർന്ന് തിരച്ചിൽ നടത്തി. ഈ സമയത്ത് ജിസ്മോളെ ആറുമാനൂർ ഭാഗത്ത് നിന്ന് നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇവരെയും ആശുപത്രിയിൽ എത്തിച്ചു. ഇതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് കണ്ണമ്പുര ഭാഗത്ത് നിന്ന് ഇവരുടെ സ്കൂട്ടറും കണ്ടെത്തിയത്. സ്കൂട്ടറിൽ അഭിഭാഷകരുടെ ചിഹ്നം അടങ്ങിയ സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. മരണകാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. എന്തായാലും കുടുംബമടക്കമുള്ളവർ ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. കുടുംബപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകാം, നിക്കക്കള്ളി ഇല്ലാതെയായി വരാം. പക്ഷേ ഇവിടെ സംരക്ഷിക്കാൻ 100 കൈകൾ ഉണ്ട് എന്ന് മറക്കരുത്.